വാക്യം 12. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. കേട്ടോടാ. എന്നിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ ചെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചായ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം, അയ്യോ ഗ്യാസ് തീർന്നു പോയി, പൈസ കയ്യിലില്ല, നാളെ ടീം വരും, അവർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. ഞാനും വെളി വന്നിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ വന്ന് ദുഃഖിച്ച് അവിടെ ഇരിക്കും. അയ്യോ എനിക്ക് വിശക്കുന്നേ. ഞാൻ വരാൻ പറഞ്ഞു, നമുക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കാലിൽ തൂങ്ങിച്ചാവുമെന്ന് പറയും. അങ്ങനെ പോയി കിച്ചണിൽ പോയിട്ട് ആ ഗ്യാസ് കുറ്റിയുടെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കമ്പയായിട്ടുള്ളത് കമ്പയായിട്ടും കാശായിട്ടുള്ളത് കാശായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ചുരുക്കി പറഞ്ഞ രണ്ടെണ്ണത്തിനും മേലനങ്ങി പണിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുറ്റിയില് ഗ്യാസ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്യാസ് തരാം. പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച ആമയും പറഞ്ഞതിന് ശേഷം ഞാൻ ഭാര്യയോട് പറഞ്ഞു, സിലിണ്ടർ നേരെ വെച്ച് കത്തിക്കാൻ പറഞ്ഞു. ചുമ്മാ പൂളും കൊണ്ടിറങ്ങി ആ സിലിണ്ടർ കത്തിച്ചു. ഞങ്ങളുടെ ചായ ഉണ്ടാക്കി. എനിക്ക് മനസ്സിലായി. ആ സിലിണ്ടർ കത്തിച്ചു. ഞങ്ങളുടെ ചായ ഉണ്ടാക്കി. ഇതേമാതിരി മറ്റൊരിടത്ത് വർത്താനം പറയരുത്. ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി. വൈകിട്ട് ഡിന്നർ നടന്നു. നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. അടുത്ത ദിവസം ടീം വന്നു. ടീം ഒരാഴ്ച ഞങ്ങളോടുകൂടെ ഇന്ന് അവരുടെ ഭക്ഷണം ഉണ്ടാക്കി. തീർന്ന സിലിണ്ടർ പ്രാർത്ഥിച്ചതിന് ശേഷം